ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഇന്ന് വിള്ളലുകൾ വീഴുന്നതിൻ്റെ പ്രധാന കാരണം സ്നേഹമില്ലായ്മയല്ല, മറിച്ച് അഹങ്കാരവും ഈഗോയുമാണ്. ചെറിയ തെറ്റുകൾ പോലും പെരുപ്പിച്ച് കാണിച്ച് ഞാൻ പറയുന്നതാണ് ശരിയെന്ന ഭാഷയിൽ പങ്കാളികൾ അകന്നു പോകുന്നു. കുട്ടികൾ പോലും ഇതിൻ്റെ ഇരകളായി മാറുന്നു. പരസ്പരം താഴ്ന്നു കൊടുക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ കുടുംബങ്ങളിൽ സമാധാനം അസ്തമിക്കുകയാണ്. ആദം ഹവ്വ എന്നിവർ ചെയ്ത പാപത്തിലൂടെ പിശാച് ഇന്നും ഈ ലോകത്ത് കടന്നുകൂടി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിലൂടെ പിശാച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. പിശാച് ദുഷ്ടചിന്തകളാൽ നമ്മളെ തമ്മിലടുപ്പിക്കുന്നു. ഈ ഭിന്നത സ്നേഹത്തെ ഇല്ലാതാക്കി പകയ്ക്ക് വഴിമാറുന്നു. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ദേഷ്യം ഇല്ലാണ്ടാക്കണം, നിങ്ങൾ റീകൺസൈൽ ചെയ്യണം എന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയയുള്ളതാണ്, അത് ചീത്ത ചിന്തകൾ വെച്ച് പുലർത്തുന്നില്ല എന്ന്. അതിനാൽ നമ്മുടെ ബന്ധങ്ങളിൽ വിനയം കൊണ്ടുവരുവാനും അഹങ്കാരത്തെ ഉപേക്ഷിക്കുവാനും നാമായി പരിശ്രമിക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അത് നമ്മളിൽ ആരംഭിക്കണം. നമ്മുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം പഠിക്കണം. എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയാതെ എൻ്റെ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ നാം തയ്യാറാകണം. നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ എങ്ങനെ കാണുന്നു? നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം നീ കാണുന്നില്ലേ? കർത്താവ് ചോദിക്കുന്നു. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളെ വലുതാക്കി കാണാതെ സ്വന്തം കുറവുകൾ മനസ്സിലാക്കി മാനസാന്തരപ്പെടാനാണ്. സ്വന്തം കുറവുകളെ മനസ്സിലാക്കി തിരുത്തുന്നിടത്താണ് ഒരു നല്ല കുടുംബജീവിതം ആരംഭിക്കുന്നത്. യഥാർത്ഥ സ്നേഹം ക്ഷമിക്കുകയും വിനയപ്പെടുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം താഴ്മയോടെ പെരുമാറുമ്പോൾ അവർക്കിടയിൽ സ്നേഹം വളരുന്നു. ഇതുവഴി വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. അഹങ്കാരത്തെയും ഈഗോയെയും മാറ്റി നിർത്തി വിനയത്തോടെ നമ്മുടെ ബന്ധങ്ങളെ സമീപിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. അഹങ്കാരം ഉള്ളിടത്ത് ദൈവകൃപ ഒട്ടും ഉണ്ടാവില്ല. കാരണം ദൈവം അഹങ്കാരികളെ വെറുക്കുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകുന്നു. യാക്കോബിൻ്റെ 4:6. നമ്മുടെ തെറ്റുകളെ തുടർന്ന് സ്നേഹം വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയും. കുടുംബം ഒരുമിച്ചാണെങ്കിൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. കാരണം 3 പിരിച്ച കയർ അത്ര വേഗം പൊട്ടുകയില്ല. സഭാപ്രസംഗകൻ 4:12 നാം അത് വായിക്കുന്നു. അതിനാൽ പരസ്പരം താഴ്മയോടെയും വിനയത്തോടെയും ചേർന്ന് നിന്ന് കുടുംബ ബന്ധങ്ങളെ സ്നേഹത്താൽ ബലപ്പെടുത്താം. കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം.